സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശത്രുക്കളാകെ പരക്കം പായുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ ഹരിവക്കീലാണെങ്കിൽ അരുന്ധതിയുടെ അടുത്ത് ചെന്നിട്ട് ആ ഒരു സത്യം തുറന്നു പറയുകയാണ്. അത് വേറൊന്നിനുമല്ല, ഈ അരുന്ധതിയുടെ അഭിനയമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്തായാലും അരുന്ധതിയോട് പറയുന്നുണ്ട്, ഇനി അരുന്ധതി ഋഷിയെ പ്രതീക്ഷിച്ചിരിക്കേണ്ട. ഋഷി ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണില്ല. ഋഷി കൊല്ലപ്പെട്ടു. സിദ്ധാർത്ഥൻ്റെ മകൻ നന്ദൻ ഋഷിയെ കൊലപ്പെടുത്തിയിരുന്നു. ഈ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ ആകെ പേടിയാണ് തോന്നുന്നത്. സാധാരണ സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ട അമ്മമാർ കരയണത് പോലെ അരുന്ധതി കരയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യണില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പം ഹരിവക്കീൽ ചോദിക്കുന്നുണ്ട്, എന്താ അരുന്ധതി ഇത് കേട്ട് ആകെ മരവിച്ച് പോയെന്ന് തോന്നണമല്ലോ എന്ന് പറയുമ്പം അരുന്ധതിക്ക് തന്നെ പേടിയായിട്ട് അരുന്ധതി ഈ വക്കീലിൻ്റെ മുന്നിൽ സങ്കടമൊക്കെ ഒന്ന് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അത് അത്രയ്ക്കൊന്നും വിജയിക്കണമൊന്നുമില്ല. ഈ സമയത്ത് ഹരിവക്കീലാണെങ്കിൽ അരുന്ധതിയുടെ ഓരോ മാറ്റവും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണേ. അത് അരുന്ധതിക്ക് മനസ്സിലാവണമില്ല. എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട്, എന്താ അരുന്ധതി ആകെ തകർന്നു പോയോ? എന്തായാലും ഇപ്പോൾ തകർന്നു പോകരുത്, സംയമനം പാലിക്കണം, നമുക്ക് അർഹമായ ശിക്ഷ തന്നെ നന്ദന് വാങ്ങിക്കൊടുക്കണം എന്ന് പറയുമ്പം ഈ അരുന്ധതി ഇയാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, സാറേ എനിക്ക് സഹിക്കാൻ പറ്റണില്ല, എൻ്റെ മകനെ അവൻ കൊന്നു, ആ നന്ദനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പം ഹരിവക്കീൽ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അരുന്ധതി നന്ദനെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നന്ദനും സിദ്ധാർത്ഥനൊക്കെ കൂടി നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പോവുക. അന്നേരം അവിടെ ഈ ഋഷിയെ കൊന്ന കുറ്റം അവർ ഏറ്റുപറയും. പിന്നീട് നന്ദന് വേണ്ട ശിക്ഷയൊക്കെ വിധിക്കുന്നത് കോടതിയായിരിക്കും. അത് കേട്ടതും അരുന്ധതിക്ക് ഒന്നും കൂടി പേടിയാവുന്നുണ്ട്. കാരണം ഈ സിദ്ധാർത്ഥൻ നന്ദനെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ഋഷിയെ കൊന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഋഷിയുടെ കുഴിച്ചിട്ട ബോഡി മാന്തി എടുക്കേണ്ടിയൊക്കെ വരുമെന്ന് അരുന്ധതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അരുന്ധതി നല്ല രീതിയിൽ ഇങ്ങനെ ഭയക്കുന്നുണ്ട്. എന്നിട്ട് ഈ വക്കീലിനോട് പറയുന്നുണ്ട്, സാറേ ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ മകൻ പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വക്കീൽ പറയുന്നുണ്ട്, അരുന്ധതി സമാധാനപ്പെട്, നമുക്ക് പിന്നീട് കാണാം, എന്തായാലും ഞാനിപ്പോൾ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഷാരികേനെയാണ്. ഷാരികയാണെങ്കിൽ ഈ കെവിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ കൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് ദേവിക വന്നിട്ട്, ഷാരി എനിക്ക് വിശക്കുക, എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ എടുക്കുമെന്ന് പറയുമ്പം ഷാരിക പറയുന്നുണ്ട്, കഞ്ഞിയുണ്ട്, ഞാനിപ്പോൾ തന്നെ എടുക്കാം ചേച്ചി എന്ന് പറയുന്നു. ആ സമയത്താണ് സിദ്ധാർത്ഥൻ്റെ കോള് വരുന്നത്. അങ്ങനെ ദേവിക ഫോൺ എടുത്ത് നോക്കിയിട്ട് അച്ഛനാണല്ലോ എന്നും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ മോളെ എവിടെയാണ്, ഹരിയേട്ടൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്തും, മോളെ അതിനു മുമ്പ് ഇങ്ങോട്ട് എത്തണം എന്ന് പറയുമ്പോൾ ഹരിയങ്കിൾ വന്നോ അച്ഛാന്ന് ചോദിക്കണു. ഇല്ല, ഹരിയേട്ടൻ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്, എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ വരാം അച്ഛാന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട്, ഷാരി ഞാൻ അത്യാവശ്യമായിട്ട് ചന്ദ്രോത്ത് വരെ പോവാം, എന്തിനാ ചേച്ചി ഇപ്പോൾ പോണേ, എന്താ അത്യാവശ്യം എന്ന് ചോദിക്കുമ്പം ഹരിയങ്കിൾ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്, ഇന്ന് ഹരിയങ്കിൾ അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു എന്ന് പറയുമ്പം ഷാരിക ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്താ ചേച്ചി പ്രയോജനം എന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല ഷാരി, ഹരിയങ്കിളിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അരുന്ധതി മേഡത്തിൻ്റെ അടുത്തേക്ക് പോയത്, എന്തായാലും ഹരിയങ്കിൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും പറഞ്ഞ് ദേവിക പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയും അതുപോലെ കുരുവിളേനെയാണ്. കുരുവിളയാണെങ്കിൽ ഇസബല്ലയോട് പറയുന്നുണ്ട്, ബെല്ല നീ ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ, നീ US പോ, കെവിനും ഇവിടുന്ന് മാറി നിൽക്ക്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പെടും, അതുമാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും ഇതിന് കൂട്ടു നിന്നാൽ ഞാനും പെടും, അതുകൊണ്ട് ബെല്ല ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ബെല്ല പറയുന്നുണ്ട്, പാപ്പൻ എന്തൊക്കെയാണ് പാപ്പ ഈ പറയണേ, ഞാൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തല്ലേ ഇങ്ങോട്ട് വന്നത്, അത് പാപ്പനും അറിയാവുന്നതല്ലേ, പിന്നെ എന്താ പാപ്പൻ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം ഞാൻ പറയണത് നീ ഒന്ന് മനസ്സിലാക്കുക ബെല്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിക്കോ, എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, സിദ്ധാർത്ഥൻ നാളെ നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും, പിന്നീട് കേസും അന്വേഷണവും തെളിവെടുപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും അതിൽ പെടും, ഇത് ശരിക്കും കെട്ടിച്ചമച്ച കേസാന്ന് വരുമ്പം വഞ്ചനാ കുറ്റത്തിന് എല്ലാവരും അറസ്റ്റിലാവും, അതുകൊണ്ടാണ് ഞാൻ പറയണേ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് മാറുന്നു. ആ സമയത്ത് ബെല്ല ഭയങ്കര ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, ഇല്ല പാപ്പ, എന്ത് സംഭവിച്ചാലും ഞാൻ ഇവിടുന്ന് മാറില്ല, എന്ത് വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാന്ന് പറയുമ്പം പാപ്പൻ പറയുന്നുണ്ട്, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ഇനി എന്താ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിച്ചു എന്ന്. ആ സമയത്ത് കെവിൻ വന്നിട്ട് കുരുവിളേനോട് പറയുന്നുണ്ട്, സാറേ നമ്മളിപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട സമയമല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ബെല്ലേനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എങ്ങനെയാണ് ശരിയാവണമെന്ന് ചോദിക്കുമ്പം എന്നാൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിക്കാണെങ്കിൽ ഇങ്ങനെ ആകെ പിടിച്ചാൽ കിട്ടാത്ത അത്രയും ദേഷ്യം വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഋഷിയോട് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് മതിയായില്ലേടാ, നീ ഇനി കുടുങ്ങാൻ പോവുക, നീ മാത്രമല്ല നിന്നെ സഹായിച്ച ആ കെവിനും ഇസബല്ല എല്ലാവരും കുടുങ്ങാൻ പോവുക, നന്ദനെ തകർക്കാനല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിന്നോട് ഞാൻ എത്ര നാളായി പറയണു ഇതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാമെന്ന്, അപ്പം നീ എന്നെ ഭീഷണിപ്പെടുത്തുമല്ലായിരുന്നോ, ഇനി എല്ലാം കൈവിട്ടുപോയി,
ഇനി നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും വഞ്ചനാകുറ്റത്തിന് നീ ജയിലിൽ പോകേണ്ടി വരും. മോനെ ഞാൻ പറയണത് നീ കേൾക്കുന്നു പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അമ്മ എന്താ ഇത്ര ടെൻഷനാവണേ? അമ്മ അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. നിനക്കറിയില്ലാത്തതുകൊണ്ട് ആ ജഡ്ജി ഹരികൃഷ്ണൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അയാൾ ഒരുപാട് വർഷമായിട്ട് ഒരുപാട് പ്രതികളെയും വാദികളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് അയാൾക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് നീ ഞാൻ പറയണത് കേൾക്ക്. ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എത്രയും പെട്ടെന്ന് ഞാനൊരു വക്കീലിനെ വിളിക്കാം. വക്കീലിനെ വെച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവരോടും പറഞ്ഞ് രമ്യതയിൽ അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ ഋഷിയാണെങ്കിൽ അമ്മയൊന്നും അനങ്ങാതിരിക്കാമേ, അമ്മ പേടിക്കണ പോലെ ഒന്നും സംഭവിക്കില്ല, പിന്നെ എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രോത്ത് ഹരിയങ്ങളും സിദ്ധാർത്ഥനും അതുപോലെ ദേവികയും പ്രഭാവതിയും നന്ദനും എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഹരിയങ്ങൾ പറയുന്നുണ്ട്, ഞാനിന്ന് അരുന്ധതിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹരിയേട്ടനെ അവരോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഞാൻ അവരോട് സത്യങ്ങൾ പറഞ്ഞു. നന്ദൻ ഋഷിയെ കൊന്നു എന്ന് പറഞ്ഞു. അന്നേരം പ്രഭാവതിയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഹരിയേട്ടൻ എന്തിനാ ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞേ? ഇനി എങ്ങനെ നന്ദനെ രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പം ഞാനത് പറഞ്ഞ സമയത്ത് സാധാരണ ഒരു അമ്മയെ കൂട്ട് അരുന്ധതി അലറി കരഞ്ഞ് ബഹളം വയ്ക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ഹരിയേട്ട, അരുന്ധതിക്ക് നല്ല വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അരുന്ധതി പ്രതികരിക്കാതിരുന്നത് കരഞ്ഞെറിഞ്ഞ് കണ്ണീര് പറ്റിയതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഹരി സാറ് പറയുന്നുണ്ട്, അതൊന്നും അല്ല പ്രഭേ, എന്തോ രഹസ്യം അവർ ഒളിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം അവരുടെ മുഖത്ത് സങ്കടത്തെക്കാളും കൂടുതൽ പേടിയാണ് ഞാൻ കണ്ടത്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അത് ഹരിയേട്ടന് തോന്നിയതായിരിക്കും. അങ്ങനെ അരുന്ധതിക്ക് പേടിയൊന്നുമില്ല. ഇവിടെ വന്ന് ഇന്നലെ അരുന്ധതി എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അരുന്ധതിയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണീരിനൊരു കണക്കുമില്ല. അത് ഞാനും ദേവികയല്ലേ കണ്ടത്. ആ സമയത്ത് ഹരിവക്കീൽ പറയുന്നുണ്ട്, അതൊക്കെ അരുന്ധതിയുടെ അഭിനയമായിരുന്നിരിക്കുന്നു. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ഹരിയേട്ട, ഒരിക്കലും അങ്ങനെയൊന്നും അഭിനയിക്കാൻ ആർക്കും പറ്റില്ല. ഉള്ളി തട്ടി തന്നെ അരുന്ധതി കരഞ്ഞതും സങ്കടപ്പെട്ടതും ഞങ്ങളോട് ദേഷ്യപ്പെട്ടതല്ല എന്ന് പറയുമ്പോൾ ഹരിവക്കീൽ പറയുന്നുണ്ട്, അത് നല്ലോണം അഭിനയിക്കാൻ അറിയാവുന്നവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അഭിനയമാണെന്ന് തോന്നില്ല പ്രഭേ. അതാ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കണേ. എന്തായാലും അധികം വൈകാതെ തന്നെ സത്യങ്ങളെല്ലാം വെളിയിൽ വരും. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഇനി ഹരിയേട്ടൻ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ നാളെ തന്നെ സിദ്ധു നന്ദനയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരാവണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഹരിയേട്ടൻ എന്താ പറയണേ? നന്ദനെ നിയമത്തിന് വിട്ടുകൊടുക്കണം എന്നാണോ പറയണതെന്ന് ചോദിക്കുമ്പം പിന്നെ തെറ്റ് ചെയ്തയാൾ ശിക്ഷിക്കപ്പെടണ്ടേ, എന്തായാലും നിയമത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നന്ദനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക ഹരിയേട്ട എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, താൻ എന്താ പ്രഭ ഇങ്ങനെ പറയണത്? താൻ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും? എന്തായാലും നന്ദൻ തെറ്റ് ചെയ്തു, അതിന് ശിക്ഷ അനുഭവിക്കണ്ടേ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയണേ? ഞാനൊരു MLA, അമ്മയാണെങ്കിൽ ഒരു പ്രൊഫസറാണ്, അതുപോലെ അച്ഛനാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയില്ലേ? അതുകൊണ്ട് തന്നെ നന്ദു തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ നന്ദു തന്നെ ഏറ്റെടുക്കണം, അല്ലാതെ നമ്മളിങ്ങനെ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പം പ്രഭാവതി വീണ്ടും വീണ്ടും ഇങ്ങനെ സങ്കടത്തോടു കൂടി നിന്ന് കരയുന്നുണ്ട്. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, അമ്മ സമാധാനപ്പെട്, ഞാൻ കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞത് ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി തന്നെയല്ലേ. അതുകൊണ്ട് ഇനി അമ്മ അതോർത്ത് ടെൻഷനാവുമൊന്നും വേണ്ട. നാളെ തന്നെ നമുക്ക് സ്റ്റേഷനിൽ പോയി ഹാജരാവാം അച്ഛാന്ന് സിദ്ധാർത്ഥനോട് പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്, വേണ്ട നന്ദ, നീ സ്റ്റേഷനിലേക്കൊന്നും പോകണ്ട, നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല, നിന്നെ ജയിലിലേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അമ്മയൊന്ന് സമാധാനപ്പെട്, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ, ഞാൻ എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് നിൽക്കണേന്നും പറഞ്ഞ് നന്ദൻ അങ്ങോട്ട് പോകുന്നുണ്ട്. നന്ദൻ പോയി കഴിഞ്ഞതും ഹരി വക്കീൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, പ്രഭ ഒരമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷേ പ്രഭ സമാധാനപ്പെട്, എന്തായാലും നാളത്തോടു കൂടി കുറേ സത്യങ്ങൾ വെളിപ്പെടും. നന്ദൻ നമ്മളോട് പറയാതെ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നന്ദനൊന്നും മറച്ചു വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പ്രഭയും അത് തന്നെ പറയുന്നു. അതുകൊണ്ട് നാളെ ഒരു ദിവസം നിങ്ങൾക്ക് നിർണായകമായിരിക്കും, നാളെ പല അത്ഭുതങ്ങളും സംഭവിക്കും, അതോടുകൂടി ഈ കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയും ഋഷിനെയും തന്നെയാണ്. അരുന്ധതി ആണെങ്കിൽ വീണ്ടും വീണ്ടും ഋഷിയോട് ഇങ്ങനെ പറയാണ്, ആ ജഡ്ജിനെ നിനക്ക് അറിയില്ലാത്തതുകൊണ്ട് അയാൾ പലതും തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ ഇങ്ങോട്ട് വന്നേക്കണേ. ഇന്നലെ ഞാൻ അവിടെ പോയി ആ മാതിരി ദേഷ്യപ്പെട്ടിട്ടും ഇന്നും അയാൾ ഇവിടെ വരണമെങ്കിൽ അതിന് ഒരു ലക്ഷ്യമുണ്ട്. നന്ദൻ നിന്നെ കൊന്നെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ പോയി ഹാജരായി കഴിഞ്ഞാൽ എന്തായാലും ചോദ്യം ചെയ്യലും തെളിവെടുപ്പും എല്ലാം ഉണ്ടാവും, അല്ലാതെ വെറുതെ ഒരാളെ ശിക്ഷിക്കുകയൊന്നുമില്ല. അപ്പം നിന്നെ കുഴിച്ചിട്ട സ്ഥലം പരിശോധിച്ച് നിൻ്റെ ബോഡി മാന്തി എടുത്ത് തെളിവെടുപ്പിന് നോക്കുമ്പം അവിടെ ബോഡി ഉണ്ടാവില്ല. അപ്പം തന്നെ നിങ്ങളുടെ കള്ളങ്ങളെല്ലാം പൊളിയും. നിന്നെ സഹായിക്കാൻ നിന്ന ഇസബെല്ലയും കെവിനും ഞാനും എല്ലാവരും കുടുങ്ങുമെന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, അമ്മ ഇത്രയ്ക്ക് ടെൻഷൻ ആവാനൊന്നുമില്ല, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞിങ്ങനെ ഋഷി നിൽക്കുന്ന സമയത്താണ് ഋഷിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. വേഗം തന്നെ ഋഷി ഫോൺ എടുത്തിട്ട് ഇസബെല്ലയാന്നും പറഞ്ഞ്
കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അറ്റൻഡ് ചെയ്തതും ഇസബല്ല ചോദിക്കുന്നുണ്ട്, നീ എന്താ ഋഷി അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോയെന്ന് ചോദിക്കുമ്പം അതൊരു കാര്യം ഉണ്ടായിരുന്നു, ജഡ്ജ് ഹരികൃഷ്ണനില്ലേ അയാൾ വന്നിരുന്നു, അയാൾ എന്തിനാ പിന്നെയും വന്നതെന്ന് ചോദിക്കുമ്പം ഋഷി ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, നമ്മളെല്ലാവരും കുടുങ്ങാൻ പോവാന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഋഷി പറയണത്, എന്താണെങ്കിലും മനസ്സിലാവണ രീതിയിൽ പറയാമെന്ന് പറയുമ്പം അത് വേറൊന്നുമല്ല, ദേവിക MLA മുൻ MLA സിദ്ധാർത്ഥനും ചേർന്ന് നന്ദനെ നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോവാന്ന് പറയുന്നു. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട്, എന്തിനാന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നിനുമല്ല, അരുന്ധതിയുടെ മകൻ ഋഷിയെ കൊലപ്പെടുത്തിയതിന് നന്ദന കൊലപാതകീന്നും പറഞ്ഞാൽ ഹാജരാക്കാൻ പോണേന്ന്. അത് കേട്ടതും ഇസബല്ല ചോദിക്കുന്നുണ്ട്, നീ പറയണത് സത്യമാണോ, നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പം ആ ജഡ്ജ് ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോയതാ, എന്തായാലും നീയും കെവിനും ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് നന്ദൻ നിൻ്റെ കൈവെള്ളയിലാണെന്നല്ലേ, അതുപോലെ തന്നെ പ്രഭാവതിനെയും നിങ്ങൾ സ്വാധീനിച്ച് വെച്ചേക്കുമായിരുന്നല്ലോ, എന്നിട്ട് എന്തേ ഈ സത്യങ്ങളൊന്നും നിങ്ങൾ അറിയാതിരുന്നേ, എന്തായാലും നമ്മളെല്ലാം പെടാൻ പോവാന്ന് പറയുമ്പോൾ ഇസബല്ല ചോദിക്കുന്നുണ്ട്, നമ്മളോ അതാരാന്ന് ചോദിക്കുമ്പോൾ ഞാനും നീയും കെവിനും എല്ലാവരും കുടുങ്ങുമെന്ന് പറയുന്നു. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട്, നേരാണോ ഋഷി നീ പറയണേന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എന്തിനാണെന്നാണോ പറയണത്, എന്തായാലും നമ്മളെല്ലാവരും കുടുങ്ങാൻ പോവുക കരുതിയിരുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും ഇസബല്ലയാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായതുപോലെ നിൽക്കുന്നുണ്ട്. നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഋഷിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഭയത്തോടുകൂടി ഋഷിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത എപ്പിസോഡോടുകൂടി കെവിൻ്റെയും ഇസബല്ലയുടെയും എല്ലാവരുടെയും എല്ലാ കള്ളത്തരങ്ങളും ഹരിവക്കീൽ തന്നെ പൊളിച്ചെടുക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.